ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. റോസ് സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ആഴ്ചകളായി ഞാൻ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട് ഞാൻ ക്ലിയറൻസ് സെയിലുമായിട്ട് വരുന്നുണ്ടെന്ന്. എനിക്ക് ഡെസ്പറേറ്റ് ആയിട്ടൊരു ക്ലിയറൻസ് സെയിൽ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ എല്ലാം നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പം കുറച്ചൊക്കെ ഒന്നും രണ്ടും പീസുകളായിട്ട് മിച്ചമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ക്രിസ്മസിന് കൊണ്ടുവന്നാണെങ്കിലും കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങ് ക്ലിയർ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പം ഇന്നത്തേത് ക്ലിയറൻസ് സെയിൽ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ വിഷു ദേണ്ട അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞു ബേബീസിന് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സ്കേർട്ടും ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഡി ടു വെയർ സാരീസ് ഓൾറെഡി അവൈലബിൾ. ഒരുപാട് ബ്ലൗസസ് അവൈലബിൾ ആണ്. വലിയ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് 2XL 3XL വരെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പല കളറുകളിൽ സിൽക്ക് ബ്ലൗസസ് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നേക്കുന്നതാണ് യൂണിറ്റിൽ കേട്ടോ. അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, സാരി ബ്ലൗസസ്, ഒത്തിരി പ്രൊഡക്റ്റാണ് വന്നേക്കുന്നത്. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കായിരിക്കും. എനിക്ക് 1-2 കാര്യങ്ങൾ ക്ലിയറൻസിലേക്ക് കിടക്കുന്നതിന് തന്നെ പറയാനുണ്ട്. ഫൈനൽ ക്ലിയറൻസ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഇത് നോൺ റിട്ടേണബിൾ ആണെന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. എപ്പം വാങ്ങിയാലും ഒരാളെങ്കിലും പൊഴിഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ട്, അയ്യോ ചേച്ചി എനിക്കിത് ഫിറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ സൈസ് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം എൻ്റെ ഇതൊന്നും ഇങ്ങനെ ഇരുന്ന് പഴകി പൊടിഞ്ഞതോ ഡാമേജോ അങ്ങനെയുള്ള ഒരു പ്രൊഡക്ട്സും അല്ല. എല്ലാം തന്നെ നല്ല ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പാക്കറ്റ് പോലും പൊട്ടിക്കാതിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ഇതൊന്നും റിട്ടേണബിൾ അല്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. എൻ്റെ കണ്ണിൽ കാണുന്ന എന്ത് ഇഷ്യൂസും ഞാൻ പറയും നിങ്ങളോട്. ഇനി കാണാതെ എന്തെങ്കിലും മിസ് ഔട്ട് ആണെങ്കിൽ മാത്രം, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതർവൈസ് നോക്കിയിട്ട് മാത്രം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എക്സ്ചേഞ്ചോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല. അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. നമുക്ക് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ക്ലിയറൻസ് വരുമ്പോഴേക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു 3-4 തുണി എടുത്താൽ പോലും നമുക്കൊരു 5 പൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ 6 പൗണ്ടൊക്കെ നമുക്ക് ആവത്തുള്ളൂ. ഇപ്പം അത് നിങ്ങളോട് പറഞ്ഞോളാം എന്തായാലും കേട്ടോ. ഇപ്പോൾ ഒരു ഉടുപ്പൊക്കെ എടുക്കുന്നെങ്കിൽ 3.5 പൗണ്ടോ അല്ലെങ്കിൽ 4 പൗണ്ട് അത്രയൊക്കെ ആവത്തുള്ളൂ. നിങ്ങൾക്ക് അത് കൂടുതലൊന്നും ആവത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലിയറൻസ് സെയിലേക്ക് കിടക്കാം. ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ വരിക. എപ്പോഴത്തേം പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് മേക്ക് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് പോലെ ഇവർ ഇരുന്നിരുന്ന് പഴകിപ്പോയത് ആരെങ്കിലും റിട്ടേൺ ചെയ്തിട്ട് അല്ലെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പോയിട്ട് അങ്ങനത്തെ ഒന്നുമല്ല. ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ഞാൻ തരുന്നത്. കാരണം നമുക്ക് കുറേയേറെ പീസുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊന്നും വെബ്സൈറ്റിൽ ഉണ്ടാവത്ത് പോലുമില്ല. സോ എനിക്ക് മിസ്സായി പോയ കേസുകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എന്താ പറയുന്നത് ഡിലീറ്റ് ചെയ്ത് മുഴുവൻ ക്ലിയർ ആയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന കേസുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടാൻ വയ്യാത്തതുകൊണ്ടാണ്, നമ്മുടെ ഷോപ്പിലേക്ക് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വിടുന്നത്. 1-2 പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ. മീഡിയം ടു XXL ആണ് ഇതിനകത്ത് വരുന്ന സൈസുകളൊക്കെ. ചിലതിലൊക്കെ ഒരു പീസ് ഉണ്ടാകത്തുള്ളൂ, ചില 2 പീസ് കണ്ടെന്നിരിക്കാം. പക്ഷെ കൂടുതൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം സൈസും XL കൂടുതൽ ഞാൻ കാണുന്നുണ്ട്. ഇനി എടുത്തു വരുമ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് തന്നെ പോകുന്ന എല്ലാം നല്ല പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. ഓക്കെ, ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അംബ്രല്ല ടൈപ്പിൽ നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ജയ്പൂർ കോട്ടണിൽ വന്നേക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ദേ നോക്കിക്കോ, പാനൽ കട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പാനൽ കട്ട്. ഞാൻ നല്ല മിറർ വർക്ക്, ഒറിജിനൽ മിറർ വർക്കിലാണ് വരുന്നത്. ഇതാ ഇവിടെ സ്ലീവിന്റെ അറ്റത്ത് കെട്ടും വരുന്നുണ്ട്. നല്ല ബോട്ടം, അതുപോലെ തന്നെ നല്ല ദുപ്പട്ടയാണ് വരുന്നത്. ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ലാർജ്, ഇതിൻ്റെ 2 പീസ് മാത്രമേ ഉള്ളൂ. അടുത്ത സൈസ് XL ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഇത് കണ്ടോ, സൂപ്പറാണ്, സിമ്പിൾ ആയിട്ടുള്ളത്. കോട്ടൺ പ്ലസ് ഒരു മിക്സ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ ഒരു ആലിയ കട്ട് പോലെ വരുന്നു, ബാക്കിൽ ഞൊറു വരുന്നുണ്ട്. ഇത് വരുമ്പം ഇതിന് സ്ലിറ്റ് വരുന്നില്ല കേട്ടോ, സ്ലിറ്റ് വരുന്നില്ല. 3/4 സ്ലീവ്, എല്ലാം തന്നെ 3/4 സ്ലീവിലാണ് വരുന്നത്. എംബ്രോയിഡറി ഉണ്ട്. ബോട്ടം സെയിം ബോട്ടം തന്നെ. ദുപ്പട്ട വരുമ്പോൾ ഓർഗൻസ ദുപ്പട്ടയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ്. ഇട്ട് കഴിയുമ്പോൾ സുന്ദരമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു കളറോടുണ്ട് കാണിക്കാവേ. എൻ്റെ കയ്യിൽ ആദ്യം ഞാൻ കാണിച്ച ലാർജ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ എനിക്കൊന്ന് XL ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് മീഡിയം സൈസ് ആണ്. നല്ല ഭംഗിയാണ്, മൾട്ടി കളേർഡ് ആയിട്ട് വരുന്നത്. ഇത് അടുത്ത് കാണുമ്പോഴേ എൻ്റെ ഭംഗി. ഇതിൻ്റെ സെയിം ഐറ്റം തന്നെ ഇതിൽ ഫോയിൽ വർക്കും വരുന്നുണ്ട്. ഇതാണ് ഇത് ദുപ്പട്ട വരുന്നത്. സെയിം ബോട്ടമാണ് വരുന്നത് കേട്ടോ. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകണം, കാരണം അതുപോലെ കാണിക്കാനുള്ളത് കൊണ്ടാണ്. കിടക്കാച്ച് പ്രൊഡക്റ്റ് ആണ്. ഞാനിവിടെ പഴയ ഐറ്റംസ് ഒന്നും തരാറില്ല. പുതിയത് പൊട്ടിച്ച് തരുവാണ്. ഇതിൻ്റെ നമുക്ക് 2 പീസ് ഉണ്ട്. ഇതിപ്പോൾ XL സൈസാണ്. ഇതിപ്പോഴും വെബ്സൈറ്റ് ഫുൾ പ്രൈസിൽ ഇവിടെ കിടപ്പുണ്ട്. ഇതാ ഞാൻ ഫുൾ അവിടെ കട്ട് പോലും ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല റെഡ്, നല്ലൊരു ചില്ലി റെഡ് ആണ്. കംപ്ലീറ്റ് വർക്ക് നിങ്ങൾ നോക്കിയാൽ ഹാൻഡ് വർക്കും എല്ലാം വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ദുപ്പട്ട ഞാൻ പൊട്ടിക്കുന്നില്ല. ബോട്ടം സെയിം സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്നു. ദുപ്പട്ട കിടക്കാച്ചി ദുപ്പട്ടയാണ് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പാക്കറ്റ് പൊട്ടിക്കാൻ തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇത് ഒത്തിരി പേര് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് ഏത് പാർട്ടുകൾക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇത് 2 പീസേ ഉള്ളൂ. ഞാനിതൊക്കെ ക്ലിയർ ചെയ്തു. അതുപോലെ ഞാൻ സ്റ്റോക്ക് കൊണ്ടുവന്നിരുന്നതായിരുന്നു ഇതിൻ്റെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ 2 കൽപ്പിച്ച് ഈ പ്രൈസ് ഒന്നും നോക്കാതെ തരുന്നത്. നോക്കിക്കോ, കണ്ടോ, നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. കിടക്കാച്ചി ഐറ്റമാണ്. സിൽക്ക് ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് സ്മോൾ എന്ന് കാണിക്കുന്നത്. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ കമ്പനി ഇല്ല, മീഡിയത്തിന്റെ വലിപ്പം വരും. സ്മോളിന് മീഡിയത്തിന്റെ വലിപ്പമാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെറൂൺ ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡാണ് ഇത് വരുന്നത്. ബോട്ടം സെയിം ഫാബ്രിക് തന്നെ വരുന്നു. ഈ ബോട്ടം കണ്ടല്ലോ, സെയിം ഫാബ്രിക് തന്നെ വരുന്നു. ഇത് വരുമ്പോൾ നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതിന്റെ അറ്റത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ അല്ലേ, നോക്കിക്കേ. 2 പീസിന്റെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒരു ഗൗൺ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഒരു അംബ്രല ടൈപ്പാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ പീസാണ് കേട്ടോ. നല്ല രസമല്ലേ, നോക്കിക്കേ. സ്ലീവ്സ് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനത്തെ സ്ലീവാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് മുഴുവൻ സീക്വൻസ് ആൻഡ് എംബ്രോയിഡറി വർക്ക്. അംബ്രല കട്ടാണ് വരുന്നത്. നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. ഞാൻ കാണിക്കാം നിങ്ങളെ. ബ്യൂട്ടിഫുൾ ദുപ്പട്ട നോക്കിക്കേ, എന്ത് രസമാണ് നോക്കിക്കേ. അത്രയ്ക്കും കിടക്കാച്ച പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ പിടിച്ച് കാണിക്കാം. നോക്കിക്കേ, ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. എക്സൽ സൈസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ. കാണിക്കാൻ പോകുന്ന ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഇതൊരു പാനൽ കട്ടിൽ വരുന്ന ഒരു പീസാണ് കേട്ടോ. പാനൽ കട്ട് 3XL ആണ് വരുന്നത്. 3XL നോക്കുകയുള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. 46 ആണ് സൈസ് വരുന്നത്. താഴെ ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. ഇതാണ് ബോട്ടം വരുന്നത്. ഇത് വരുമ്പോൾ ദുപ്പട്ട മുഴുവൻ സീക്വൻസ് ആൻഡ് എംബ്രോയിഡറി വർക്കാണ്. ഒരു സിൽക്ക് പോലത്തെ ഫാബ്രിക് ഉണ്ടല്ലോ. ഇതാണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ കണ്ടാലോ, വാവ്, ഒരുപാട് വിറ്റുപോയത്. വീണ്ടും ചോദിച്ചാണ് ഇതിൻ്റെ ലാർജൊക്കെ, പക്ഷെ തീർന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മുഴുവൻ നമ്മുടെ സ്റ്റോക്ക് നോക്കിയപ്പോഴേക്കും എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് ലാർജ് സൈസാണ്. ആര് വന്നാലും തരുന്നതായിരിക്കും. അടിപൊളിയാണ്. സൂപ്പർ കോട്ടൺ ഫാബ്രിക്, കിടക്കാച്ചി. ഇതിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ്, മൽ കോട്ടണിലാണ് വന്നേക്കുന്നത്. ഇത് ബോട്ടം. ഒറ്റ പീസേ ഉള്ളൂ, ലാർജ് സൈസ്. ഇനിയിപ്പോൾ ഈസ്റ്ററും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരാൻ പോകണം. ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ക്ലിയറൻസ് ഇട്ടായിരുന്നു, പക്ഷെ എൻ്റെ മിസ്റ്റേക്കാണ്. ഇത് ചോദിച്ചിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുണിയുടെ പുറകിൽ പോയി പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നതായിരുന്നു കേട്ടോ. സിമ്പിൾ, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഒരു രസമാണ് കേട്ടോ. നല്ലൊരു കംഫർട്ടബിൾ ആണ്. യെല്ലോ ടൈപ്പിലെ റയോൺ ഫാബ്രിക്. ഫോയിൽ മിറർ വർക്ക് ആൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. സെയിം ബോട്ടം തന്നെയാണ് വരുന്നത്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. സിമ്പിൾ കോട്ടൺ ആണ്, പക്ഷേ ഇട്ട് കഴിയുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് വരുന്നത് കേട്ടോ. പീസും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയ കേസാണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇത് ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് മീഡിയം സൈസ് ആണ്. ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ. ഒരു സിൽക്ക് ഫാബ്രിക്, റെഡും മജന്തയും കൂടെ ഒക്കെ കൂടി ഒരു കളറാണ്. സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമുക്ക് ബോട്ടം വരുന്നത്. ഇതിന്റെ ദുപ്പട്ട ഇത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. മീഡിയം സൈസ് ആണ് കേട്ടോ. മീഡിയം, സ്മോൾ സൈസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ചെറുതാക്കി തരുന്നതിന് കുഴപ്പമില്ല കേട്ടോ. മീഡിയം സൈസ് കാണിച്ചതിന്റെ സെയിം തന്നെ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. സെയിം ഇപ്പൊ കാണിച്ച റെഡിന്റെ സെയിം ഗ്രീൻ കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു പിങ്ക്. ഇതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചതായിരുന്നു. ഇത് XXL ആണ് കേട്ടോ. പിങ്ക് ഇതുപോലെ എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. XXL ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. സെയിം ബോട്ടം, കോട്ടൺ, മൽ കോട്ടൺ ആണ് ഫാബ്രിക് വരുമ്പോഴേക്ക് കേട്ടോ. ദുപ്പട്ട അങ്ങനെ തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള, വെരി സിമ്പിൾ, ഒത്തിരി എക്സ്പെക്ടേഷൻസ് വേണ്ട കോട്ടൺ ഫാബ്രിക് കേട്ടോ. ഇതിന് ലൈനിങ് വരുന്നില്ല, എടുത്തു പറയട്ടെ. ലൈനിങ് വരുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈനിങ്ങിനെ പറ്റിയൊക്കെ ഏതെങ്കിലും തുണി എടുക്കുമ്പോൾ ചോദിച്ചോ, പറഞ്ഞു തരാം കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോകും. ലൈനിങ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടതിനൊക്കെ ഇപ്പം സിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കോട്ടൺസിനൊക്കെ അങ്ങനെ വരുന്നത്, കോട്ടൺ തുണികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലൈനിങ് വരവ് കുറവാണ്. അപ്പം അങ്ങനെ ലൈനിങ് മസ്റ്റായിട്ട് വേണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുക്കാവുള്ളേ. ഇതൊരു നല്ല കോട്ടൺ ആണ്. XL സൈസ് ആണ് വരുന്നത് കേട്ടോ. ഒരു കോട്ടൺ പ്ലസ് സംതിങ് ഒരു മിക്സ് കൂടിയ ഒരു ഫാബ്രിക്കാണ്. നല്ല ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ. ഇതേ കൂടെയൊക്കെ വർക്ക് വരുന്നുണ്ട്. എംബ്രോയിഡറിയുടെ മേലുകളൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. സീക്വൻസ് വർക്കാണ് വരുന്നത്. സ്ലീവ്സ് നല്ല ഭംഗിയുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. അതിൻ്റെ അറ്റത്തും ഇതുണ്ട് കണ്ടോ. ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോഴേക്ക് നമുക്ക് പ്ലെയിൻ കോട്ടൺ ബോട്ടമാണ് വരുന്നത്. ദുപ്പട്ട സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോടെ മൽക്കോട്ടന് വന്നേക്കുന്നതാണ്. മൽക്കോട്ടൻ മാത്രമല്ല, ഒരു മിക്സ് ലൈക്ക് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ മിക്സ് ആണോ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ദുപ്പട്ടയും ഇതുകൂടെ വരുമ്പോൾ കണ്ടോ. അതിൻ്റെ പ്രിൻ്റ് കണ്ടോ നിങ്ങൾ.
എന്ത് രസമാണ് നോക്കിക്കേ, സൂപ്പർ. ഒറ്റ പീസുകളും എക്സൽ ആദ്യം വരുന്നവർക്ക് തരാം കേട്ടോ. ഇതാ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല ജയ്പൂരി കോട്ടൺ. സൈഡിൽ കൂടെ ആണെങ്കിലും നല്ല വർക്ക്. ഇവിടുത്തെ കയറി വർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. വന്നിട്ട് 42 എക്സൽ സൈസ് ആണ് കേട്ടോ. 42 ആണ് വരുന്നത്. എല്ലാം തന്നെ 3/4 സ്ലീവ് ഞാൻ പറയുന്നില്ല എടുത്ത്. നല്ല ഭംഗിയാണ്. ബോട്ടം, അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വരുന്നത്. ജസ്റ്റ് ഒരു പീസേ ഉള്ളൂ, എക്സൽ സൈസ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ഒരുപാട് സെല്ല് ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതിനെ നോക്കിക്കോണേ, ഹാൻഡ് വർക്കാണ്, കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത്. ഇത് കസ്റ്റമറുടെ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നൊരു കേസാണ്. ഈ ലോകത്ത് ഒരു ഷോപ്പുകാരും എടുക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. ഒരു കൊച്ചു വാങ്ങിച്ചിട്ട് അതിനെ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകിയിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞതെന്നറിയാമോ, ഇതിന്റെ ഇച്ചിരി കളർ ഇളകുന്നു. ഒരു പക്ഷേ ലൈനിങ് ആയിരുന്നിരിക്കാം. ഞാനിവിടെ നോക്കി പിന്നെ കഴുകിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിവേ, ലൈനിങ് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലോത്ത്സ് വാങ്ങുമ്പോൾ നമുക്ക് 100% ഷുവർ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു തുണിയല്ല. നമ്മൾ പല മാനുഫാക്ചേഴ്സിൽ നിന്ന് എടുക്കുന്ന തുണികളായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ കടും കളർ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ എത്ര വലിയ തുണി വാങ്ങിച്ചെന്ന് പറഞ്ഞാലും കടും കളർ വരുമ്പോഴേക്ക് അത് എപ്പോഴും പറയുന്നത് ഡ്രൈ വാഷ് ആണ് പറയുന്നത്. ഇങ്ങനെയുള്ള സിൽക്ക് പോലുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഡ്രൈ വാഷ് ആണ് പറയുന്നത്. ഈ കുട്ടി കാര്യമായിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചു തന്നു, എനിക്ക് പറഞ്ഞിട്ട് തന്നെ തന്നു. അത് അക്സെപ്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ കൊടുത്തു. പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. ഒരിടത്തും ചെയ്യുന്ന പരിപാടിയില്ല. അപ്പോൾ ആ ഒരു തുണിയാണിത്. ഒരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ കളർ പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ തപ്പേൻ്റെ എവിടെയാണ് പോയെന്ന്. കാരണം ഇപ്പോഴും അങ്ങനെയുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്ന ഒരു തുണിയാണ്. കിട്ടിയത് ആരെങ്കിലും വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കിയിട്ടിടുമെന്ന് എനിക്കറിയില്ല, സിൽക്ക് തുണികൾ. അപ്പം അങ്ങനെ വന്നൊരു പ്രൊഡക്റ്റാണ്. ഒരു കുഴപ്പമില്ല. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഇതിനകത്തൊന്നും ആരും ഇട്ടതോ ഒന്നും തന്നെയല്ല. ഇതാ നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്, സുന്ദരമായിട്ടാണ് കേട്ടോ. സൈസ് ഞാൻ പറഞ്ഞേക്കാം, ഒറ്റ പീസുള്ളൂ, ലാർജ്. ഒരേ ഒരു പീസേ ഉള്ളൂ. ഞാൻ ഓരോന്ന് എടുത്തങ്ങ് പറയുവാണ്. ഒറ്റ പീസ്. എൻ്റെ പൊന്നെ, ജയ്പൂരി കോട്ടൺ ഒരു ഫാബ്രിക്കാണ്. ഒരുപാട് ഞാൻ കൊണ്ടുവന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം സെയിലിൽ കൊണ്ടുവന്നിട്ടും ഇതൊരു പീസ് എനിക്ക് മിച്ചം വന്നാണോ ഇനി ആരെങ്കിലും എടുത്തു വെച്ചിട്ട് പേയ്മെൻറ്റ് മേക്ക് ചെയ്യാതോ ഞാൻ ഓർക്കുന്നില്ല. സമയം കളയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. 38 ആണ് സൈസ്. ഇത് 38 ആണെങ്കിലും നമുക്ക് ലാർജുകാർക്ക് ഫിറ്റ് ആവും. കാരണം ആ കമ്പനിയുടെ ഡിഫറൻസ് കൊണ്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റ്. ക്ലോത്ത് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. തുണി ഞാൻ നാട്ടിൽ പോയപ്പോഴേക്ക് എനിക്കിതിൻ്റെ ഒരു പീസ് 2 കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ കളർ ഒന്നും പോകത്തില്ല, സൂപ്പർ. ഞാൻ അതുപോലെ വാഷ് ചെയ്താൽ, അതുകൊണ്ടാണ് പറയുന്നത്. വാഷിംഗ് മെഷീനകത്ത് വേണ്ടിയിട്ട് ഞാൻ വാഷ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇത് വാങ്ങിയിട്ടുള്ളവർക്കെല്ലാം അറിയാം. മീഡിയം സൈസാണിത്. ഇതിൻ്റെ ദുപ്പട്ട സൂപ്പർ പ്രൊഡക്റ്റ്. ഒറ്റ പീസുകൾ ആരെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോ. ഈ ഫ്രണ്ടിലത്തെ വർക്കൊക്കെ കിടുക്കാച്ച് വർക്ക് കെട്ടും ഒക്കെ വരുന്ന സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. സൂപ്പർ ഡ്യൂപ്പർ. കാണിച്ചതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡൂടെ ഉണ്ട് കേട്ടോ. ഒരു പീസിലുണ്ട്. ഇതും 40 സൈസ് തന്നെ. അതും 40, ഇതും 40 സൈസ് തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ലാത്ത, പൊട്ടിച്ചിട്ട് പോലുമില്ല. സെയിം അടിപൊളി. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോ കേട്ടോ. ഇത് XXL ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ കുട്ടികളെ. നല്ല രസമാണ്. ഒരു ഡിം ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഒരു പേസ്റ്റൽ കളറാണ്. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയാം. പാനൽ കട്ടാണ് വരുന്നത്. സിമ്പിൾ പക്ഷേ എലഗൻ്റ് ആണ്. ഇതേ നോക്കിക്കേ, വീനൊക്കെ സിമ്പിൾ ആയിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ അറ്റത്തും ഇതുപോലെ ജസ്റ്റ് തുണി കൊണ്ട് തന്നെയുള്ള ബോർഡറാണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ നോക്കിക്കേ എന്ത് രസമുള്ള സ്റ്റിച്ചിങ് എന്നറിയാമോ. അതുപോലെ തന്നെ ബോട്ടം നല്ല കിടക്കാച്ചി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സൂപ്പറാണ്. ഇത് വന്നിട്ട് XXL ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ. ഇതിൻ്റെ ഒരു സൈസ് കൂടെ ഉണ്ട്. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ കാണുന്നില്ല ഐറ്റം. ഒരു സൈസ് കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ആർക്കെങ്കിലും വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അടുത്ത സത്യം പറയാൻ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ താല്പര്യമില്ല. ഇത് എനിക്ക് മിസ് ഔട്ട് ആയപ്പോൾ പീസുകളിൽ ഒന്നാണ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നൊരു പീസാണ്. 38 ആണ് സൈസ് വരുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ നോക്കിക്കോണം. എനിക്കിത് ഓപ്പൺ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയുണ്ട്. ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കാം. കാരണം ഇത് വാങ്ങുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. 3/4 സ്ലീവ്സിൻ്റെ അറ്റം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. സ്ലീവ്സിൻ്റെ അറ്റം ഇങ്ങനെയാണ് വരുന്നത്. അനാർക്കലി ഒരു ഗൗൺ ടൈപ്പാണ് ഇത് വരുന്നത്. ഗൗൺ കണ്ടോ, നല്ല കളറാണ് കേട്ടോ. ഒരു പീകോക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു നല്ല കളറ്. ജസ്റ്റ് ഗൗണും അതിൻ്റെ ഷോളും മാത്രമേ വരുന്നത് കേട്ടോ. ദുപ്പട്ടയും മാത്രം ലേസ് ഇതാണ് വരുന്നത്. നല്ലൊരു ഐറ്റമാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ഇത് തുറന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഭംഗി പോകത്തില്ല. ഒന്നും നോക്കാനില്ല. സുന്ദരം പ്രൊഡക്റ്റ് കണ്ടോ, നല്ല ഭംഗിയാണ്. സൂപ്പർ ഐറ്റം കണ്ടോളൂ. ഇത് വന്നിട്ടൊരു കോട്ടൺ. ഇത് വന്നിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന XL സൈസ് ആരെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ. ഇത് നോക്കിക്കോളൂ. ഇതൊരു എയർലൈൻ പീസാണ് കേട്ടോ. എയർലൈൻ സോറി കട്ടുണ്ട്, സൈഡ് കട്ടാണേ. ഇതാ കണ്ടോ, സൈഡ് കട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഈ നെക്ക് ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇത് വരുന്നത് കേട്ടോ. ബോട്ടം ദുപ്പട്ട കേട്ടോ. ദുപ്പട്ട നല്ലൊരു ദുപ്പട്ടയാണ് വരുന്നത്. പ്രിന്റഡ് ആണ്. കോട്ടൺ, മൽക്കോട്ടൺ ടൈപ്പിലെ ദുപ്പട്ടയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് സ്പീഡ് കാണിക്കുന്നതുകൊണ്ടാണ് എനിക്കിതൊന്നും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാതെ പോയത് കേട്ടോ. നല്ലൊരു ഐറ്റം ഇത്. നല്ല ഐറ്റം.
അടുത്തത് സുന്ദരം ബ്ലൂ. നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു കളറേ അല്ല, ഒറ്റ പീസേ ഉള്ളൂ. നല്ല രസമുള്ള ഒരു ബ്ലൂ, കംപ്ലീറ്റ് സീക്വൻസ് വർക്ക്. നോക്കൊക്കെ ഇത് വരുമ്പോൾ ഇത് ലാർജ് എന്ന് കൊടുത്താൽ ഇതിന് മീഡിയത്തിന്റെ വലുപ്പമുള്ളൂ കേട്ടോ. ഇത് ലാർജ് എന്നാണ് കിടക്കുന്നത്, പക്ഷെ മീഡിയം സൈസിന്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. സെയിം ബോട്ടമാണ് വരുന്നത് കേട്ടോ. ഇതേ സെയിം ബോട്ടം തന്നെയാണ് വരുന്നത്. ബോട്ടത്തെ തുണിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും. നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതിനൊന്നും ഒരു ഡാമേജ് ഒന്നും ഉണ്ടായിട്ട് തരുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ക്ലിയർ ചെയ്യാൻ തോന്നി. ഒരു ക്രേസി സെയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനൊന്നും ആരും എടുത്തിട്ട് സെയിൽ ചെയ്യത്തില്ല ഇത്രയും നല്ല പ്രൊഡക്ട്സുകൾ. സോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി. ഇത് ദുപ്പട്ട നോക്കിയൊക്കെ ക്ലാസി. ഇത് ജോർജറ്റ് നല്ല രണ്ട് ബനാറസി ദുപ്പട്ടയാണ് ഇത് കേട്ടോ. എന്ത് രസമാണ് നോക്കിക്കേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊക്കെ ക്ലിയറൻസ് ഇടുന്ന എന്നെ ഓടിച്ചിട്ട് തല്ലണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ക്ലിയറൻസ് തരുമോ എന്ന്. കാരണം ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എനിക്ക്, എന്നിട്ട് അത് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാണാം. ഇത് എൻ്റെ പൊന്നെ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എത്ര പ്രാവശ്യം കൊണ്ടുവന്നോ എത്ര പീസ് കൊണ്ടുവന്നോ എനിക്കറിയത്തില്ല. പിന്നെയും എൻക്വയറി വന്നുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിന് നമ്മുടെ വെബ്സൈറ്റിലുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ഒരുപാട് എൻക്വയറി വന്നൊരു പ്രൊഡക്റ്റാണ്. ഇത് XXL ആണ് കേട്ടോ. ഇത് XXL ആണെങ്കിൽ ഇത് 3XL വലുപ്പമുള്ള പോലെ എനിക്ക് പിടിച്ചിട്ട് തോന്നുന്നു. കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഈ വന്നേക്കുന്നത്. ക്രീം കളറ്. സ്ലീവ്സ് വരുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുമ്പോഴും ഇതുപോലെ ഓർഗൻസ കണ്ടോ, അങ്ങനെ വരുന്നൊരു ഐറ്റമാണ്. സെയിം ക്ലോത്ത് തന്നെയാണ് ബോട്ടത്തിന് വരുന്നത്. ബോട്ടത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു 2-3 പീസോളം ഉണ്ട് കേട്ടോ. ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടെ ഞാൻ വെച്ച് കാണിക്കാം. നല്ല രസമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനുകൾക്കോ പള്ളി പരിപാടികളോ അല്ലാത്ത പരിപാടിയോ ഓണത്തിനോ ആർക്കും വിഷു വരാൻ പോകുന്നു വിഷുവിനോ മക്കളെ എന്തിനും ഇടാൻ പറ്റും. നല്ലൊരു കിടക്കാച്ചി പ്രൊഡക്റ്റ് കേട്ടോ. ഇതൊരു ലാർജോ എക്സലോ അങ്ങനെ എന്തോ കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. ഇനിയിപ്പോൾ മീഡിയംകാരാണെങ്കിൽ ലാർജ് എടുത്തു കഴിഞ്ഞാൽ മീഡിയം ആക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് തരാം, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതേണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞു. ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇത് ഒരു പീസേ ഉള്ളൂ. എന്താ പറയുന്നത്, ഇതൊക്കെ ക്ലിയറൻസ് ഇടുന്ന എന്നെ ഓർത്ത് നോക്കുക നിങ്ങൾ. വേണ്ടവർ വാങ്ങിക്കോ. ഏത് പാർട്ടികൾക്കും നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാൻ ക്ലിയറൻസ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഒരു പീസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സെയിലാക്കി വിടുന്നതാണ്. ഇത് ലാർജ് സൈസ് മീഡിയംകാർക്കും ഓക്കെ ആണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും മെഷർ ചെയ്തിട്ട് ഞാൻ തരാം. ഇത് സുന്ദരമായിട്ടുള്ള ഐറ്റം. ഇതൊക്കെ ലൈനിങ് ഉള്ള ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ബോട്ടം നോക്കി, എന്ത് രസം നോക്കിക്കേ. ഉണ്ടോ, സൂപ്പർ ബോട്ടം. ബോട്ടത്തിൻ്റെ അറ്റത്തും വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട കാണണമെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരണം കേട്ടോ. ദുപ്പട്ട സുന്ദരി ദുപ്പട്ടയും വരുന്നുണ്ട്. എന്നാ ക്ലാസ് ചെയ്യാൻ നോക്കിക്കാൻ നിങ്ങൾ. നല്ല ഓർഗൻസ കംപ്ലീറ്റ് സ്കാലപ്പ് വർക്കാണ് വന്നേക്കുന്നത്. സൂപ്പർ അല്ലേ. ഒറ്റ പീസേ ഉള്ളൂ. മീഡിയംകാരോ ലാർജുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോരെ കേട്ടോ. അടുത്തത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ടുവന്നിരുന്നൊരു കോട്ടൺ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതാ വീനക്കാണ്. ഇതിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്, ചെറിയ ഹാൻഡ് എംബ്രോയിഡറി. അതുപോലെ തന്നെ ഇതേ ബീഡ്സ് വർക്ക് കൂടെ വരുന്നുണ്ട്. 3/4 സ്ലീവ്. ലൈനിങ് വരുന്നില്ല, കോട്ടൺ ഫാബ്രിക് ആണ്. ഇതാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. ജസ്റ്റ് മീഡിയം സൈസ് മാത്രമേ ഇതുള്ളൂ കേട്ടോ. ഇനി ഒരു പീസ് എൻ്റെ കൈവശം വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് കോട്ടൺ, നല്ല കോട്ടൺ എന്ന് വെച്ചാൽ നല്ല ജയ്പൂരി കോട്ടൺ. ലൈനിങ് വരുന്നില്ല, സ്ലീവ്ലെസ് ആണ് കേട്ടോ. വീനക്ക് സ്ലീവ്ലെസ്. ഇത് വന്നിട്ട് മീഡിയം സൈസ് കേട്ടോ. മീഡിയം സൈസ് സ്ലീവ്ലെസ്, നല്ല ഫാബ്രിക്. ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ഒറ്റ പീസേ ഉള്ളൂ. മീഡിയം സൈസും മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. മീഡിയം. അപ്പോൾ ഇത്രയുമായിരുന്നു നമുക്ക് 3 പീസും അല്ലെ 2 പീസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോഴേക്ക്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ് ഐറ്റംസ് അല്ലെ കുർത്തി ഐറ്റംസ് ആയിരിക്കും. കാരണം നമുക്ക് സമ്മർ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നല്ല വെട്ടവും പിടിച്ചൊക്കെ എല്ലാവർക്കും പുറത്തൊക്കെ പോകാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് ഇവിടെ ഇരിക്കുന്ന നേരത്തെ ക്ലിയറൻസിൽ ഇട്ട പ്രൊഡക്റ്റ് ഉണ്ട്. ഓരോരുത്തർ മാറ്റി വെച്ചിട്ട് പിന്നെ എടുക്കാതെ പോയതും പൈസ പേ ചെയ്യാനും പിന്നെ ചെയ്യാനും പറഞ്ഞിട്ട് പോയ കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് വളരെ പ്രൈസ് കുറച്ചിട്ടായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ചെയ്ത് പേയ്മെന്റ് മേക്ക്. എനിക്ക് ഇനി ഒരു വീഡിയോ ഇടാൻ വയ്യ, അതുകൊണ്ടാണ്, സമയമില്ല. ഓക്കെ, ഞാൻ കാണിക്കാൻ പോണേ ചറ വറാന്നാണ് ഇടാൻ പോകുന്നത്. തീരെ പ്രൈസ് കുറച്ചായിരിക്കും. വേണ്ടവർ പെട്ടെന്ന് തന്നെ എടുത്തു. എല്ലാം സൂപ്പർ ക്വാളിറ്റി, നല്ല ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഹാൻഡ് വർക്ക് ഉള്ളതും എല്ലാം തന്നെയുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ജോർജറ്റ് ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഞൊറിവ് വരുന്നുണ്ട്. ഇത് മീഡിയം സൈസ് ആണ്. ഇതാണ് പാറ്റേൺ, നല്ല ഭംഗിയാണ്. കെട്ട് വരുന്നുണ്ട്. പുറകു വരുമ്പോൾ A-ലൈൻ ആണ് വരുന്നത്. പിന്നെ ഇതിനെപ്പറ്റി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് മെറ്റേണിറ്റി വെയറാണ്. 2 സിബ് 2 സൈഡിലും വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസസ് കട്ട് പോലെ ഇരിക്കത്തുള്ളൂ. ആർക്ക് വേണമെങ്കിലും വെയർ ചെയ്യാം. മെറ്റേണിറ്റി പർപ്പസ് ഒന്നും പോലും ഇല്ല. നമുക്ക് ആർക്കും എനിക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും കേട്ടോ. മീഡിയം സൈസ് ആണ് വരുന്നത്. ഒറ്റ പീസേ ഉള്ളൂ, മീഡിയം സൈസ്. ഓക്കെ, സെക്കൻഡ് പീസ് നോക്കിക്കോളൂ. ഇതും മെറ്റേണിറ്റി വെയർ ആണ്. സിബ് വരുന്നുണ്ട്. ഇതും മീഡിയം സൈസ് ആണ് വരുന്നത്. ഇതിന്റെ നമുക്ക് 2 കളറുണ്ട് കാണിക്കാം. ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ. ഇത് റെഡ്, ബ്യൂട്ടിഫുൾ റെഡ്,
അടുത്ത വരുമ്പോൾ റോയൽ ബ്ലൂ ആണ് വരുന്നത്. റോയൽ ബ്ലൂവിന്റെ സൈസും മീഡിയം സൈസ് ആണ് വരുന്നത്. മെറ്റേണിറ്റി വെയർ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു. ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഇതും മെറ്റേണിറ്റി വെയർ തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഇതും സൈസ് ഒന്ന് നോക്കിക്കോട്ടെ. ഇത് സൈസ് വന്നിട്ട് മീഡിയം ലാർജ്. ഇത് ഇച്ചിരി വലുപ്പം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലതേ. എല്ലാത്തിനും കെട്ട് തന്നെ വരുന്നുണ്ട്. മെറ്റേണിറ്റി വെയർ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറാണ് വരുന്നത്. നല്ല രസമില്ല കാണാൻ. ഇതിന്റെ തന്നെ നമുക്ക് പല ഒരു കളറോടെ വരുന്നുണ്ട്. ഒരു പിങ്ക് കളറോടെ അതുകൂടെ കാണിക്കാം. അടുത്തത് ലാർജ് ആണ് വരുന്നത്. ലാർജ് സെയിം തന്നെ കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇത് മീഡിയം, ഇത് ലാർജ്. ഇതിന്റെ ഒരു പീസ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ലാർജ് കൂടെ അവൈലബിൾ ആണ്. ഇത് 3 അവൈലബിൾ ആണ്. മെറ്റേണിറ്റി ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോണേ. ഇതും മെറ്റേണിറ്റി ആണ്. എന്നാ സൂപ്പർ സോഫ്റ്റ് ഫാബ്രിക് എന്നറിയാം. വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മെറ്റേണിറ്റി വെയർ. ഫീഡിങ് കുർത്തി. ഇതേ ഇവിടെ സിബുണ്ടെന്ന് ആരും കണ്ടാൽ മനസ്സിലാകത്തില്ല. ഇപ്പൊ എനിക്ക് എടുത്തിട്ടുണ്ട് പോവാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ ആണ്. സ്ലീവ്സ് വരുമ്പോൾ എന്താ നല്ല സുന്ദര സ്ലീവ്സ്, കുഞ്ഞു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടല്ലോ കെട്ട് വരുന്നുണ്ട്. എ ലൈൻ ആണ്. ഫ്രണ്ടിൽ മാത്രം ചെറിയ ഞൊറു കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരുമ്പോൾ എ ലൈൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഞൊറവ് ഇവിടെ ഫ്രണ്ട് മാത്രം പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നേവി ബ്ലൂ കളറിൽ കേട്ടോ. നല്ലതാണേ. ഇച്ചിരി മുന്നേ ഞാൻ കാണിച്ചില്ലേ ആ യെല്ലോയും പിങ്കും, അതിന്റെ തന്നെ ഡിഫറെന്റ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. പ്രിന്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒറ്റ പീസേ ഉള്ളൂ. ഇത് ലാർജ് ആണ് കേട്ടോ. ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. സെയിം. ഇത് ആലിയ കട്ടിലാണ് വരുന്നത്. നല്ല ബ്ലൂവില് ഈ ഒരു റെഡ് ഷെയ്ഡിലെ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. കെട്ട് വരുന്നുണ്ട് കേട്ടോ. 3/4 സ്ലീവ്. എല്ലാം നല്ല ഫാബ്രിക് ആണ്. ഇതിനകത്തൊന്നും ഒന്നും പോവാനില്ല. ലാർജ് സൈസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലിയ കട്ടിലാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഉടുപ്പ് വാങ്ങിയവർക്കെല്ലാം അറിയാം. എനിക്കിതിൻ്റെ 2 കളറുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ നോക്കിക്കോട്ടെ. XXL. പക്ഷേ ഉണ്ടല്ലോ ഇതേലാന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് ഇതുണ്ട്, ചെറിയൊരു മാർക്ക് കാണുന്നുണ്ട് ഇതേൽ. അപ്പോൾ ഇതെന്തായാലും കൂടുതൽ വാങ്ങുന്ന ആർക്കെങ്കിലും ഇതേ സൈസ് ഉള്ളവർക്ക് ഫ്രീ തന്നേക്കാം കേട്ടോ. ഇത് സൈസ് വന്നിട്ട് XXL ആണേ. ആരെങ്കിലും XXL എടുക്കുന്നവർ, XXL എടുക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. XXL. ഇനിയിപ്പം വന്നിട്ട് ഇതിന്റെ തന്നെ മീഡിയം സൈസ് ആണ് കേട്ടോ. ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. സുന്ദരി കണ്ടോ, എന്ത് രസം നോക്കി. എൻ്റെ സ്ലീവ്സ് ഒക്കെ നിങ്ങൾ കാണാൻ. തുണിന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. മീഡിയം സൈസ് ആണ് ഇത് വരുന്നത്. ഒറ്റ പീസുകളെ. ഇതും ഒരു മെറ്റേണിറ്റി വെയർ ആണ്. സിബ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി വെയർ. സ്ലീവ്സ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് മീഡിയം സൈസ് ആണ് വരുന്നത് കേട്ടോ. സ്ലീവ്സ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പുറകെ കെട്ടുണ്ട്. ഈ എല്ലാത്തിനും തന്നെ ഞാൻ കാണിച്ചതിന് കെട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഞൊറിവ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിഴക്കാശയായിട്ടാണ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആലിയ കട്ടിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആണ്. നല്ല റെഡ്. ഇത് മുഴുവൻ ബീഡ്സ് വർക്ക്. വീനക്ക് ബീഡ്സ് വർക്ക്. കെട്ട് വരുന്നുണ്ട്. എ ലൈനാണ് വരുന്നത്. കണ്ടോ. ഇതൊന്നും ഒരിടത്ത് ഈ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്കറിയാം നമ്മൾ ഒരിടത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ഇവിടുത്തെ ടാക്സ്, ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇതൊന്നും നമുക്കിതിൻ്റെ ലാഭമേ ഇല്ല. ഇത് ക്ലിയർ ചെയ്യാം. നമ്മൾ കുറേ കൊണ്ടുവന്നിരുന്നതായിരുന്നു. അപ്പം എന്തായാലും അത് അത്രയും വിറ്റല്ലോ എന്ന് ഓർത്തിട്ട് ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് വിടുവാണ്. കാരണം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ. ഇതിൻ്റെ നമുക്ക് 3 കളറാണുള്ളത്. ഇത് മീഡിയം സൈസ് ആണ്. സൈസ് ശ്രദ്ധിച്ചോണേ. നമ്മുടെ കൂടുതൽ പീസുകളില്ല. അതുകൊണ്ടാണ്. ഇതിൻ്റെ തന്നെ ബ്ലൂ ആണിത്. ഇതും മീഡിയം സൈസ്. ഇത് നോക്കിക്കോളൂ. മീഡിയം സൈസ് നോക്കിയെടുക്കുക കണ്ടോ. എല്ലാത്തിനും കെട്ടും വരുന്നുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു കളർ. ഇത് സൈസ് നോക്കട്ടെ. ഇത് മീഡിയം കണ്ടോ. മീഡിയം സൈസ് ആരെങ്കിലും ലക്കി ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നെടുത്തു. ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ. 3 കളറുകൾ കണ്ടോ. അടുത്തൊരു ഐറ്റം. ഇതും ആലിയ കട്ടാണ്. നിങ്ങൾ അടുത്ത് ഇതിൻ്റെ വർക്ക് നിങ്ങൾ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. നോക്കിക്കേ. കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് ഇടണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ലെഗിങ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടാം. പുറകെ കെട്ട് വരുന്നുണ്ട്. പുറകെ വരുമ്പോൾ എ ലൈനാണ്. ഇതിപ്പോൾ മീഡിയം ആണ് എൻ്റെ ഇരിക്കുന്നത്. ഒരു പീസ് കൂടെ നമുക്കുണ്ട് XXL കേട്ടോ. അപ്പോൾ മീഡിയം ആൻഡ് XXL അവൈലബിൾ. ഇത് വീഡിയോ കാണുന്നത് പോലെയല്ല. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത്. നല്ല രസമുള്ള പ്രിന്റുമാണ്. ഇത് ഒരിക്കലും വീഡിയോയിലോ ഫോട്ടോയിലോ ഭംഗിയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സൂപ്പർ ആയിട്ടൊരു ഐറ്റം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. ഇതും ആലിയ കട്ടിൽ തന്നെ വരുന്നതാണ്. ഇത് ലാർജ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് XLകാർക്ക് ഫിറ്റ് ആവും കേട്ടോ. XLകാർക്ക് വേണേലും ഫിറ്റ് ആവും. കെട്ടും വരുന്നുണ്ട്. കെട്ടുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ലൊരു ഫാബ്രിക്കാണ്. ഇതിന്റെ എനിക്ക് ബ്ലൂവും ഈ ഒരു ബ്ലാക്ക് കൊണ്ട് എനിക്ക് ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണിത്. സൂപ്പർ ആട്ടോ. ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ സൈസ്. ഇതൊക്കെ 1-2 പീസ് മാത്രമേ ഉള്ളൂ ഞാൻ കാണിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XL സൈസാണ് കേട്ടോ. നോക്കിക്കേ. ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് താഴോട്ട് ഡാർക്ക്.
റോയൽ ബ്ലൂ കളറാണ് വരുന്നത്. എന്നാ രസമാണെന്നറിയാം, ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണിത് കാണാൻ. നോക്കിക്കേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ സൂപ്പർ ആയിരിക്കും. എനിവേ ഇത് നല്ല ഭംഗിയുള്ള ഐറ്റം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് എക്സൽ സൈസ്. ഒരു സൈസ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ പറയാവേ, നമുക്ക് മീഡിയം ആൻഡ് എക്സൽ ഓരോ പീസുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് കളറാണ് വരുന്നത്, നേവി ബ്ലൂ കളർ, റോയൽ ബ്ലൂ മുകളിൽ വന്നിട്ട് താഴെ ലൈറ്റ് ഷെയ്ഡ് വരുന്നത്. ഇത് വന്നിട്ട് ലാർജ് സൈസ്. നമുക്ക് 2 പീസ്, സെയിം തന്നെ 2 പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓടിപ്പോന്നോളൂ. സൂപ്പർ ഐറ്റം എന്ന് വെച്ചാൽ ക്വാളിറ്റി പീസാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ ആണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇത് നമ്മൾ കുറേ സെല് ചെയ്തൊരായിട്ടാണ്. അറ്റത്തതേ ലേസ് വരുന്നുണ്ട്, ഇവിടെയും ലേസ് വർക്ക് തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരുന്ന ഒരൈറ്റാണ്. ഇങ്ങനെ വരുന്ന ഐറ്റം ലൈനാണ് വരുന്നത് കേട്ടോ. നല്ല ഫാബ്രിക്കാണ് വരുന്നത്, നല്ല ലൈനിങ്ങും വരുന്നുണ്ട്. ഈ കാണിച്ച ജോർജറ്റിനെല്ലാം തന്നെ നല്ല ലൈനിങ്ങാണ് വരുന്നത് കേട്ടോ. സുന്ദരം ലൈനിങ്ങും വരുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. ഒറ്റ പീസേ ഉള്ളത്. ഇത് വന്നിട്ട് മീഡിയം സൈസ്. സ്മോൾകാർക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി തരാം കേട്ടോ. അടുത്ത പീസ് വന്നിട്ട് നമുക്ക് സ്മോൾകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളൂ. നല്ലൊരു ഡ്രസ്സ്, നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഐറ്റം കേട്ടോ. നല്ല ജോർജറ്റാണ്. ഇതിന് നല്ല ലൈനിങ്ങും വരുന്നുണ്ട്. അധികം ഇറക്കം വരത്തില്ല, മുട്ടറ്റൊക്കെ ഇറക്കം വരും. ജസ്റ്റ് മുട്ടിന് താഴെ മുട്ടറ്റം വരുന്ന ഇറക്കം വരുന്ന ഒരൈറ്റാണ്. ഫ്രണ്ടൊക്കെ നോക്കിക്കാൻ നല്ല രസമല്ലേ, നല്ല ഐറ്റമാണ് കേട്ടോ. ആർക്കെങ്കിലും വേണം വാങ്ങിച്ചു. സ്ലീവ്സ്, ബ്യൂട്ടിഫുൾ സ്ലീവ്സ്, ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ കെട്ടും വരുന്നുണ്ട്. നല്ല സുന്ദരി മണിയാണ് കേട്ടോ, സുന്ദരി മണി. ഇത് നോക്കിക്കോളൂ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും ഞാനിത് ഇട്ടോണ്ട് നടന്ന ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ. ഇതാ ബ്ലൂ ഉണ്ട് എൻ്റെ കൈവശം. നോക്കട്ടെ സൈസ്. ബ്ലൂ വന്നിട്ട് 38. ഇതിൻ്റെ മോഡൽ ഞാൻ ഇട്ടിട്ടിട്ട് എനിക്ക് നല്ലതായിട്ട് ഇറുക്കം വരെയായേ. 38 ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് 38 ആണ് കേട്ടോ. അത് മുറിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോക്കകത്ത് ജാക്കറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചത്. അതിൻ്റെ തന്നെ ഗ്രീൻ ലാർജ് സൈസ്. ബ്യൂട്ടിഫുൾ ഫാബ്രിക്കാണ്. ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത്രയ്ക്ക് സുഖമുള്ളൊരു ഫാബ്രിക്കാണ്. സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ്. ഇതൊരു എക്സൽ പീസാണ്. ഇത് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ വാഴക്കൂമ്പിൻ്റെ ഒക്കെ കളറാണ് വരുന്നത്. നല്ല വാഴക്കൂമ്പിൻ്റെ കളർ വന്നിട്ട് താഴോട്ട് ചെറുപയർ വച്ച നമ്മൾ പറയുന്ന സുന്ദരി കളറാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഐറ്റം, നല്ല ലൈനിങ്ങും വരുന്നുണ്ട്. ഇത് എക്സൽ സൈസാണ്. ഇത് നമുക്ക് 2 പീസേ ഉള്ളൂ. ഒരു എക്സലും ഒരു മീഡിയം സൈസും മാത്രം കേട്ടോ. ഇതുവരെയായിട്ടും വീഡിയോയിലോ ഫോട്ടോയിലോ ഭംഗിയായിട്ട് കളർ കിട്ടാത്തൊരു പ്രൊഡക്റ്റാണ്, പക്ഷെ നല്ലൊരു ഐറ്റം തന്നെയായിരുന്നു. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ വന്നേക്കുന്ന ഒരൈറ്റം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുമായ ഒരു ഐറ്റം ആയിരുന്നു ഇത്. നോക്കിക്കാണ് കേട്ടോ. ഇതിന് ഒരു പീസ് കൂടെ ഉണ്ട് അതിൻ്റെ തന്നെ കേട്ടോ. നല്ലതാണ്, നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് മീഡിയം സൈസ്. ഇത് വന്നിട്ട് 2 മീഡിയമാണ് കേട്ടോ. ഇത് ഒരേ ഒരു പീസേ ഉള്ളൂ. ഫാബ്രിക് സൂപ്പർ ഡ്യൂപ്പർ സാധനമാണ്. ഈ ഫാബ്രിക് നിങ്ങൾ നോക്കിക്കേ, നല്ല രസമുള്ളൊരു ഫാബ്രിക്. നല്ല കരിമ്പച്ച കളറാണ്. മെറ്റേണിറ്റി വെയർ ആണ്. സിബ് വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ആരും മെറ്റേണിറ്റി വെയർ ആണെന്ന് അറിയത്ത് പോലില്ല. അതിൻ്റെ വീനെക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത്. 3/4 സ്ലീവ്, കെട്ട് വരുന്നുണ്ട്. ലൈൻ. വാവ്, നല്ല രസമല്ല. ഒറ്റ പീസേ ഉള്ളൂ. ഡബിൾ എക്സൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോളൂ. പ്രഗ്നന്റ് ലേഡീസ് എനിബഡി എടുത്തോളൂ. ഒറ്റ പീസേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ കാണിച്ച മീഡിയം മാത്രം ഉള്ളതാണ്. അതിൻ്റെ നമുക്ക് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. ഇത് ഡബിൾ എക്സൽ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ കേട്ടോ. ഡബിൾ എക്സൽ 2 പീസുണ്ട്. ഇനിയുള്ള പ്രൊഡക്റ്റ് ഒത്തിരി നമ്മൾ വിറ്റ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ നമുക്ക് ഒരു 3-4 പീസുകളെങ്കിലും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇത് മീഡിയം സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതുപോലത്തെ ഐറ്റമാണ്. ഇത് ഒത്തിരി ഇറുക്കമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ഉടുപ്പ് ഇടുന്ന പോലെ അതുപോലെ ടൈറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല. നല്ല രസം. ഇതിന് ലൈനിങ് വരുന്നില്ല. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ടോപ്പ് ജാക്കറ്റാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഓൾറെഡി ഇതിപ്പോഴും നമ്മുടെ വെബ്സൈറ്റ് കിടപ്പുണ്ടായിരിക്കും. ഇതിലും പ്രൈസിൽ ഇത് വളരെ ചീപ്പറായിട്ട് ഇത് ക്ലിയർ ചെയ്ത് വിടുവാണ്. വൈറ്റ് ഇങ്ങനെയാണ് വരുന്നത് ജാക്കറ്റ് കേട്ടോ. ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അറിയാം ഞാനിത് അല്ലാതെ ഇട്ടിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഞാനും എടുത്തിട്ടുണ്ട്. എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരൈറ്റാണ്. മൽക്കോട്ടണിൽ വരുന്ന ഫാബ്രിക്. ഇത് മൽക്കോട്ടൺ ഒരു ചെറിയൊരു മിക്സ് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഹാൻഡ് വർക്കും ഇതിൽ വരുന്നുണ്ട് കണ്ടോ. ബീഡ്സ് വർക്കും വരുന്നുണ്ട്. ഇതാണ് ജാക്കറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു. ഇത് കുറച്ച് ഇനിയോട്ട് കിട്ടാനും പോകുന്നില്ല, തീരുവ. ദാറ്റ്സ് ഇറ്റ്. ഒരു 3-4 പീസുകൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പോകുന്ന എനിക്കറിയാം. ഇത് മീഡിയം സൈസാണ്. ഇതിന് തന്നെ മീഡിയം സൈസ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിങ്ക്. പിന്നെ ഇത് ഒരു പീസേ ഉള്ളൂ. ആകെ ഒറ്റ പീസ് എൻ്റെ മുന്നിൽ ഇവിടെ നിൽപ്പുണ്ട്. നോക്കട്ടെ സൈസ് എന്നാണേ. 40 സൈസാണ് വരുന്നത്. ഞാൻ നേരത്തെ ഒരു ബ്ലൂ കാണിച്ചത് ഓർക്കുന്നുണ്ടോ? അതിൻ്റെ തന്നെ പിങ്ക് ആണ്. എന്ത് രസമാണ് നോക്കിക്കേ. ഇതിലുണ്ടല്ലോ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇതുപോലൊരു അഴുക്ക് പോലെ എന്തോ കാണുന്നുണ്ട്. ഒരു പക്ഷേ വാഷ് ചെയ്താൽ പോകുമായിരിക്കാം. ലാർജ് സൈസ് ആരെങ്കിലും 1-2 പീസൊക്കെ ഇത് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഫ്രീ തരുന്നതായിരിക്കും. ഞാൻ തന്നില്ലെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യിക്കുക. ഒറ്റ പീസുള്ള ആരെങ്കിലും ഓൾറെഡി എടുത്തോണ്ട് പോയെങ്കിൽ എന്നെ വഴക്കുണ്ടാക്കരുതേ. ആദ്യം വരുന്നവർക്ക് കൊടുത്തേക്കാം.
ഇത് ഒരു ജോർജറ്റിൽ വന്നേക്കുന്ന നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുത്തതിനകത്ത് വന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ്, ബീഡ്സ് വർക്ക്, സൈഡിലും ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. ഇതാ കണ്ടോ, എ ലൈനുമാണ് വരുന്നത്. എ ലൈനിൽ വന്നേക്കുന്നതാണ്. നല്ല ഒരു ഫാബ്രിക്കാണ്. അകത്ത് ഇതിന് നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് എന്തെങ്കിലും ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് നല്ല മിറർ വർക്കിൻ്റെ ദുപ്പട്ടാസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമായിട്ട് സെറ്റ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഒരു ലെഗിങ്സും ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ചായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി തരാം. ഇതുണ്ടോ നിങ്ങൾ, ഇത് നല്ല ജോർജറ്റിൽ കംപ്ലീറ്റ് വർക്ക് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ദുപ്പട്ട പല ടൈപ്പിലെ മിറർ വർക്കിൻ്റെ ദുപ്പട്ടാസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ലെഗിങ്സ് ഇട്ടാൽ മതിയായിരിക്കും. ഏത് കളറിലെ ലെഗിങ്സ് ഇതിൻ്റെ കൂടെ പോകും. നിങ്ങളുടെ കയ്യിൽ ഓൺലൈൻ്റെ ബോട്ടം ആണെങ്കിൽ പോലും ഇതിൻ്റെ പല കളറിലെ നമുക്ക് ദുപ്പട്ടാസ് ഉണ്ട്. നിങ്ങൾക്ക് പല ടൈപ്പും പല ഡിസൈൻസിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഇനിയും ഉടുപ്പുകൾ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് 42 സൈസ് 42 ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതേ ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, ലെഗിങ്സുമായിട്ട് ഇടണമെങ്കിൽ ഇടാം. ഇതുണ്ട് റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ലൊരായിട്ടാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെ വരുന്ന നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റ്. സ്ലീവ്സ് വരുമ്പോൾ ഇതുപോലെ തന്നെ സ്ലീവ്സ് ആണ് വരുന്നത്. കണ്ടോ, നല്ല സ്ലീവ്സ് വരുന്നു. റൗണ്ട് നെക്ക്, ഫ്രണ്ട് ഇതുപോലെ തന്നെ. സൈസ് വരുമ്പോൾ 42 ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. ആദ്യം വരുന്നവർക്ക് തരും 42 സൈസ്. ബ്യൂട്ടിഫുൾ ഒരു ഐറ്റം കേട്ടോ. ഇത് ഇതാ സൈസ് XXL ആണ് ഇത് വരുന്നത്. XXL ഒറ്റ പീസേ ഉള്ളേ. അല്ല, ഒന്നുകൂടെ സോറി, XXL ആണ് ഇത് വരുന്നത്. ഇത് പാനൽ കട്ടാണ് വരുന്നത്. താഴ്ഭാഗം നിങ്ങൾ കണ്ടല്ലോ, ഞൊറു വരുന്നു. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇത് ഇതുപോലെ വരും. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് 3/4 സ്ലീവ്, സൈഡിൽ കെട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. വെരി കളർഫുൾ, ബ്യൂട്ടിഫുൾ. പീസേ ഉള്ളൂ. XL റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ലൊരു റയോൺ ഫാബ്രിക്കാണ് വരുന്നത്. നല്ല പ്രിൻ്റാണ് വരുന്നത്. താഴ്ഭാഗത്ത് ഞൊറുവൊക്കെ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു പ്രൊഡക്റ്റ്. XL സൈസ് ഓൺലി 1 പീസ്. രണ്ട് സൈഡും കെട്ടും വരുന്നുണ്ട് കേട്ടോ. ഇതാ ഒരേ ഒരു പീസേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കളറൂടെ. ഇത് നമുക്ക് റിട്ടേൺ വന്നായിരുന്നു. ലാർജ് സൈസ് കേട്ടോ. ഇതാ ലേസ് ഫാബ്രിക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ വരുന്നുണ്ട്. ഞൊറുവാണ് വരുന്നത്. ബാക്ക് വരുമ്പോഴും നമുക്ക് ഞൊറു വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെയാണ് വരുന്നത്. കെട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതേണ്ട് ഒരു കളറുകളുണ്ട്. ഇത് ഒരാൾ വാങ്ങിച്ചിട്ട് റിട്ടേൺ തന്നതാണ്. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഇടുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് വിടുവാണേ. ഇതാണ് ഐറ്റം. കാണുമ്പോഴേ അറിയാം. ഇതൊന്നും പൊട്ടിച്ചിട്ടുമില്ല. പൊട്ടിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. മൽ കോട്ടണിൽ വന്നേക്കുന്ന വെരി സിമ്പിൾ ആയിട്ടൊരു ഐറ്റം. മൽ കോട്ടൺ. ഇത് മാത്രം എംബ്രോയിഡറി ഉള്ളൂ. ഇത് വരുമ്പോഴേക്കും 3/4 സ്ലീവ്. ഇതുണ്ട്, ഇച്ചിരി ചുരുണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇതുണ്ടോ, 3 ടയേഴ്സ് ആയിട്ട് വന്നേക്കുന്ന ഐറ്റം. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെ. ഇതിന് കെട്ടൊന്നും വരുന്നില്ല, പക്ഷെ നമുക്ക് ഷേപ്പിൽ കിടക്കും. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഐറ്റമാണിത്. സിമ്പിൾ സൈസ് നോക്കിക്കോട്ടെ. ലാർജ് സൈസാണ് വന്നേക്കുന്നത്. ഇതിൽ ഒരു പീസൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈസ് ഞാൻ ഓർക്കുന്നില്ല. ഇനി ഒരു പീസൂടെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ എന്തായാലും ഇത്രമായിരുന്നു നമ്മുടെ ക്ലിയറൻസ് സെയിൽ. ഇനി ഉടനെ ഒന്നും ക്ലിയറൻസ് സെയിൽ നമുക്ക് വരുന്നില്ല. ഇനി ചേച്ചി ക്ലിയറൻസ് സെയിൽ എന്നാന്ന് ചോദിക്കരുത്. ഇതോടുകൂടി നമ്മുടെ ക്ലിയറൻസ് സെയിൽ തീർന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ. എല്ലാം തന്നെ നല്ല പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഇന്ന് പാക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഞാൻ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കണ്ണിൽപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലാതെ ഹൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യുന്ന ഇതുവരെയായിട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കണ്ണിൽപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞ ഒന്നും നിങ്ങൾ മറക്കരുത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സൈസോ എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം എക്സ്ചേഞ്ചോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടാൽ പേയ്മെൻറ്റ് മേക്ക് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.